ഓറഞ്ച് എവിടെ? ഓ നല്ല മഴക്കാറുണ്ടല്ലോ. ഡോറിന് കുറ്റിടിച്ചോണം അങ്ങോട്ട് പോകാൻ, അല്ലെങ്കിൽ കുട്ടാപ്പി പുറത്തേക്ക് പോകും. ഇതാ വരുന്നു. എന്താണ് കുട്ടിൻ്റെ കാലിപ്പം നന്നായിട്ട് ഓക്കെ ആയിട്ട് മതിലൊക്കെ ചാടാൻ തുടങ്ങി കേട്ടോ. ഇതാ വരുന്നുടാ, ഇതാ വരുന്നു. വെള്ളത്തിൻ്റെ പാത്രമൊക്കെ തട്ടി വിട്ടാ നീയേ. നന്ന നിക്ക് പിന്നെ ഉറുമ്പ് വരെ അവൻ്റെ ക്യാറ്റ് ഫുഡ് എടുത്തുകൊണ്ട് കഴിക്കും. ബാ പൊന്നു ബാ ഒന്ന് മമ്മ കഴിക്കും. ബാ ഇറങ്ങി വാ. നമുക്ക് നിലവിളിക്കാൻ വയ്യ പൊന്നു, അമ്മക്ക് വയ്യ. വാ നമ്മുടെ സ്വത്ത് വാ, നമ്മുടെ സ്വത്ത് വേടാ, നമ്മുടെ പൊന്നു വാ, ഓടി വാ വാടാ വാ. കുറച്ച് വെള്ളം എടുത്ത് വെച്ച് കൊടുക്കണം. നല്ല മഴക്കാറുണ്ട്. ഇന്നലെ ചെറുതായിട്ടൊന്ന് മഴ ചാറിയായിരുന്നു. നമ്മുടെ വീട്ടിൽ കൊണ്ട് ഇത്രയും ബെഡ്ഷീറ്റുകൾ നമ്മൾ അലക്കി ഇടുന്നുണ്ട്. എന്നാലും ഇടയ്ക്ക് ചില ആൾക്കാർ ഇതിന് വേണ്ടി കുറ്റം കണ്ടുപിടിക്കാനായിട്ട് വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരാണ്. ബെഡ്ഷീറ്റ് അഴുക്ക് മാറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കഷ്ടം, എന്തൊക്കെ ബോധിപ്പിക്കണമല്ലേ. ഒരാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളം നിറച്ച് വെക്കട്ടെ, അവന് വെള്ളം നിറച്ച് വെക്കണം. പിന്നെ നമ്മുടെ കുട്ടു കഴിച്ചിട്ട് പോയി. ഇപ്പം നമ്മൾ നോൽമ്പാണ് പറഞ്ഞിട്ട് കാര്യമില്ല, വിശക്കുമല്ലോ. പിന്നെ നമ്മുടെ പട്ടിക്കുട്ടി വരും, അവൾക്കുള്ള ഫുഡും കൊടുത്തായിരുന്നു. ഒരു ദിവസം വെള്ളം നിറച്ച് വെച്ചാൽ അതിങ്ങനെ പെട്ടെന്ന് കുടിച്ച് തീർക്കുമായിരുന്നു. എന്താ വെച്ചാൽ അത്രയ്ക്ക് ചൂടല്ലേ. കഴിയുമ്പോൾ നിറച്ച് വെക്കും. ഇത് നമ്മുടെ ഓറഞ്ചിനാണ്. സിംബ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഓറഞ്ച് ഇവിടെ തന്നെ കേട്ടോ, എവിടെയും പോകുന്നില്ല. നമ്മളെ പുറത്തേക്ക് ചെയ്യേണ്ട ഭക്ഷണം വേണം എനിക്ക്. ഇത് വെള്ളം വെക്കാനപ്പോൾ ഞാൻ വെള്ളം എന്നാ ഇതാ വെള്ളം എന്നാ കഴിച്ച് ബാ വെള്ളം കുടിക്കിട്ടാ. ആ ശരി, ഇറങ്ങി വാ. അത് ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോൾ അവനോട് പറയും നീ മേലെ കയറിക്കുന്നു. എനിക്ക് പേടിയാ, കയ്യിൽ കടിക്കുകയോ മാന്തി ചെയ്ത. വീട്ടിലുള്ളതൊക്കെ പുറത്തിടാണ്ട് വളർത്തണോണ്ട് കുഴപ്പമില്ല. ഇതിൽ പുറത്ത് നടക്കണല്ലേ, നഖോ പല്ല തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുവരെ തല്ലിയിട്ടും എന്നെ തല്ലിയിട്ടില്ല, വീട്ടിൽ നമ്മൾ ആരും തല്ലിയിട്ടൊന്നുമില്ല. വീട്ടിലുള്ള പൂച്ചിനെയൊക്കെ തല്ലാൻ പറ്റും. കണ്ട വെള്ളം വെച്ച് കൊടുത്തിട്ട് പാവം കുടിക്കുന്നുണ്ട്. അത് സ്വത്ത് അത്രയ്ക്ക് ദാഹോ. പൊണും കെട്ടിയാണ് കേട്ടോ. എല്ലാവരും വീട്ടിൽ ദയവ് ചെയ്തത് അതുമാതിരിയുള്ള പാത്രങ്ങളിലൊക്കെ, ചെറിയ പാത്രമാണെങ്കിൽ കുഴപ്പമില്ല, ഇത്തിരി വെള്ളം വെച്ച് കൊടുക്കാം. എന്താ പ്രാണികളെ ദാഹിച്ച് വലഞ്ഞ് നടക്കും. നമ്മളിപ്പോൾ നോൽമ്പെടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയാലോ ദാഹത്തിൻ്റെയും വിശപ്പിൻ്റെയും വില എന്താണെന്നുള്ളത്. അപ്പോൾ പട്ടിണി കിടക്കുന്നവർക്ക് അതിൻ്റെ വില അറിയാം. അതുമാതിരി ഇത് മിണ്ടാപ്രാണികളാണെങ്കിലും മനുഷ്യരാണെങ്കിലും വിശപ്പിന് ഭക്ഷണം, ദാഹത്തിന് വെള്ളവും കിട്ടാണ്ടാകുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുള്ള വേദന. എനിക്കറിയാം കുറേ പേര് നമ്മുടെ ലോകത്ത് നല്ല കരുണയുള്ള ആൾക്കാരുണ്ട്. എല്ലാവരെയും മനുഷ്യരെ ആണെങ്കിലും മൃഗങ്ങളെ ആണെങ്കിലും സഹായിക്കാൻ നല്ല മനസ്സുള്ളവർ. ആ മനസ്സുള്ളവർ തീർച്ചയായിട്ടും ഈ വേനൽക്കാലമായി അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞെന്നല്ലോ കേട്ടോ, സ്നേഹം കൊണ്ട് പറഞ്ഞാണേ. എന്തെങ്കിലും കഴിച്ചോട്ടെ, ഞാൻ അകത്തേക്ക് പോട്ടെ. നല്ല മഴക്കാറുണ്ട്, മഴ വരും. ഇന്നലെ മഴ പെയ്യണ്ടാണ്, പെയ്തില്ല. പൊന്നു കഴിച്ചോ, ഞാനിവിടെ ഉണ്ട്. അവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കും.